കൊച്ചിനെ പിടിച്ച് മേടിച്ചിട്ട് പാറയുടെ മേളിൽ ഞാൻ മുമ്പിൽ പോകണം, പുള്ളി പുറകെ കയറി വന്നിട്ട് പാറയുടെ മേളിൽ നിന്നിട്ട് പറഞ്ഞു, നീ ഇപ്പം തന്നെ തിരിച്ച് ചെന്ന് ചാച്ചനോട് പൈസ മേടിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അവിടെ ചെന്നിട്ടില്ല എന്നും പറഞ്ഞ് വിട്ടതാ, അതുകൊണ്ട് ഞാൻ ഇനി പോകില്ലാന്ന് പറഞ്ഞു. എന്നാൽ ഇനി നീയും ജീവിക്കേണ്ട, നിൻ്റെ കൊച്ചും ജീവിക്കേണ്ടത് പറഞ്ഞാൽ ആ കൊച്ചിനെ മേളിൽ നിന്ന് താഴോട്ട് ഒറ്റയിടൽ. എന്നിട്ട് ഞാൻ ഓർത്തു പാറയിൽ ചെന്ന് വീണെന്ന്. പക്ഷേ കൊച്ചിൻ്റെ ആയുസിൻ്റെ ബലം കൊണ്ട് അത് പുല്ലിലാണ് ചെന്ന് വീണു. കൊച്ചിനൊന്ന് 6 മാസം പ്രായമുള്ളൂ. അപ്പം എത്ര നാളായിട്ട് പിരിഞ്ഞ് താമസിക്കുന്നു? ഇപ്പം 6 വർഷമായി. 6 വർഷമായിട്ട് ഒറ്റയ്ക്ക് താമസം? 6 വർഷമായിട്ട്. ഇപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 2011 കൊണ്ട് കോടതി കേസ് കൊടുത്തു. എന്താ പറഞ്ഞിട്ടാ? ബിന്ദു ഇന്നോലെ ഒരാൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു, ബിന്ദുവിന് താല്പര്യമാണ്. അപ്പം ഞാൻ ഇങ്ങനെ എനിക്ക് കല്യാണം ആലോചിക്കണമുണ്ടെന്നൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു, അതിന് ഞാൻ ആളെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ ചേട്ടാന്ന് ചോദിച്ചു. നാളെ രാവിലെ ചായക്കടയിൽ വരുമ്പോൾ ഞാൻ ആളെ കാണിച്ചു തരാം, ബിന്ദുവിന് താല്പര്യമാണെങ്കിൽ വീട്ടിൽ നമ്പർ കൊടുക്കും. ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം ആളെ കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളി നേരെ ഓപ്പോസിറ്റ് നിന്ന് വീഡിയോ വലിച്ചുകൊണ്ട്, ചായ കുടി കഴിഞ്ഞ് വീഡിയോ വലിച്ചുകൊണ്ട് നിൽക്കണേ ഞാൻ കാണുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുക. ഞാനും ആ ചേച്ചിയും കൂടെ ഈ സൈഡിൽ ഇപ്പുറത്തെ കടയിലിരുന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങി നിൽക്കുക. അന്നേരം എന്നോട് ഈ ചേട്ടൻ പറഞ്ഞു, ദേ നിൽക്കണേ ആളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ആളെ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മുതലാളിയുടെ കയ്യിൽ തന്നെ എൻ്റെ നമ്പർ കൊടുത്തിട്ട് അച്ഛൻ്റെ ആങ്ങളുടെ നമ്പർ കൊടുത്തു. ഞാൻ പറഞ്ഞു നേരെ വിളിച്ചു ചോദിച്ചു, കാര്യത്തിനാണെങ്കിൽ നേരെ വിളിച്ചു ചോദിച്ചോളാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ നേരെ ചാച്ചനോടും ആങ്ങളോടും വിളിച്ചു ചോദിച്ചു. അപ്പോൾ ചാച്ചൻ എത്ര ഒരു വാക്ക് പറഞ്ഞു, അവൾക്ക് 3 മക്കളുണ്ട്. പിന്നീട് ഈ 3 മക്കളുണ്ട്, അങ്ങനെ ഇങ്ങനെയാ, നമ്മൾ ഒരു തമാശ കാര്യത്തിനാണെങ്കിൽ എടുക്കണ്ട, കാര്യത്തിനാണെങ്കിൽ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചാച്ചൻ പറഞ്ഞു എനിക്ക് കാണണമെന്നും പറഞ്ഞു നിന്നെ. അങ്ങനെ എൻ്റെ ആങ്ങളെ അന്ന് നേരിമംഗലത്ത് താമസിക്കുക, അവിടെ വന്ന് പെണ്ണ് കണ്ട് പുള്ളിക്ക് ഇഷ്ടമായി. അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ അച്ഛന് മാത്രമേ താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞു. അതിപ്പോൾ അമ്മേനെ ഒന്നും ഞാൻ കുറ്റം പറയില്ല, സാഹചര്യം അതാണല്ലോ. അമ്മ ഒട്ടും സമ്മതിക്കില്ല, ചേട്ടന്മാരും സമ്മതിക്കില്ല. ചേട്ടന്മാർ ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല, അവർ വലിയ ജോലിക്കാരൊക്കെ, KSRTC കണ്ടക്ടർ. പിന്നെ അതന്നെയല്ല പുള്ളിയുടെ പെങ്ങളുടെ മക്കൾ, ഒരാൾ കന്യാസ്ത്രീ, ഒരാൾ അച്ഛൻ, അങ്ങനെയൊക്കെയുള്ള ഫാമിലിയാണ്. അപ്പോൾ ചേട്ടായി പറഞ്ഞു, ഈ ചേട്ടന്മാർ എന്നെ വന്ന് പെണ്ണ് കണ്ട് പിന്നെ ഒരു ഓണത്തിന് എൻ്റെ അനിയനും അനിയത്തിനെയും അമ്മേനെയും മുത്തശ്ശി ആൻറ്റി എല്ലാവരെയും വിളിച്ച് ഉറപ്പിക്കുവാണ്. അപ്പോൾ ഒരു ജനുവരി 5-ാം തീയതി മക്കൾക്ക് ഇഷ്ടമായി. മക്കളെയും വിളിച്ചു വരുത്തി. ഈ മക്കളെയും വിളിച്ച് വരുത്തി മക്കൾക്ക് കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടം. എൻ്റെ ഇളയ മോളെ ഈ ചേട്ടൻ കാണാൻ വന്നപ്പോൾ എൻ്റെ ഇളയ മോളെ മടിയിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, മോക്ക് നിങ്ങൾക്ക് 3 പേർക്കും താല്പര്യമാണോ, ഈ അമ്മച്ചീനെ ഈ ചേട്ടൻ കല്യാണം കഴിക്കണേൽ താല്പര്യമുണ്ടോയെന്ന് പിള്ളേരോട് ചോദിച്ചു. പിള്ളേർക്ക് ഒരു കുഴപ്പമില്ല, മോനും താല്പര്യമായി. 3 പേരും പറഞ്ഞു. ഇത്ര ഒരു ഇതാണ് അവർ പറഞ്ഞുള്ളൂ, ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ വേറെ പിള്ളേർ, 2ാമത്തെ മോൾ ഒരു വാക്ക് പറഞ്ഞു, വേറെ പിള്ളേർ വേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു, ചേട്ടനെ ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതിപ്പോഴും പുള്ളി പറയുന്നുണ്ട്, എന്നെ ഈ മക്കളെ എന്നെ സ്വന്തം മക്കളായിട്ട് അംഗീകരിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നല്ല ഒരു മനസ്സുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ പറഞ്ഞ് ജനുവരി 5-ാം തീയതി കല്യാണം രജിസ്റ്റർ ചെയ്യാമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. അന്നേരമാണ് പുള്ളിയുടെ ചേട്ടന്മാർ പുള്ളീനെ ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അവരുടെ വീട്ടിൽ വഴക്ക് ഇങ്ങനെ നടത്തൂല്ല എന്നുള്ള ഇതിലായി. പുള്ളിക്കപ്പോൾ ഭയങ്കര ഇച്ചിരി വാശിയുള്ള മനുഷ്യനായിരുന്നു. അപ്പോൾ പുള്ളി ഒരു നവംബർ 16-ാം തീയതി എൻ്റെ ചാച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടന്മാരിങ്ങനെ ഒട്ടും അടുക്കുന്നില്ല, അതുകൊണ്ട് അവർ പറയണത് ഇത് നടത്തിയാൽ ശരിയാവില്ല, അങ്ങനെ ഇങ്ങനെ പുള്ളീനെ പിടിച്ച് കെട്ടിവരെ ഇട്ടു എന്നാണ് പറഞ്ഞത്, വീടിൻ്റെ പുറത്തിറക്കാണ്ട്. അത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്കിനി വേറൊരു കല്യാണം ഇല്ല, അപ്പോൾ എനിക്ക് അവക്കടെ കൂടെ മാത്രം ജീവിച്ചാൽ മതി, അതുകൊണ്ട് ചാച്ചൻ എന്ത് പറയണമെന്ന് ചോദിച്ചു. അപ്പോൾ ചാച്ചൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ബന്ധം കിടക്കുമ്പോൾ ഞാൻ എന്താടാ പറയണേ, ഇനിയിപ്പം നിങ്ങളുടെ താല്പര്യം എന്നാന്ന് അതുപോലെ നിങ്ങൾ ചെയ്തോളാം. ആങ്ങളയോട് ചോദിച്ചപ്പോൾ ആങ്ങളെ ഇത് തന്നെ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ അവിടെ സംഘടനയിലും കുറച്ച് സ്വന്തക്കാരോടൊക്കെ പറഞ്ഞിട്ട് ഒരു നവംബർ 17-ാം തീയതി ഒരു വ്യാഴാഴ്ച ചേട്ടായി വീട്ടിൽ വന്ന് മുത്തശ്ശിയെ കൈ പിടിച്ച് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. 2013 നവംബർ 17-ാം തീയതി.
അപ്പൊ നിങ്ങൾ ഒരുമിച്ചാ താമസിക്കുന്നത്? അപ്പൊ അതിന് മുമ്പ് എന്നെ പെണ്ണ് കാണാൻ വരുന്നതിന് മുമ്പൊക്കെ ഞാൻ ഈ ബാബുവിനെ ഫോൺ വിളിച്ച് പറയുകയാണ്, നിങ്ങൾ ഈ മക്കളെ ഓർത്ത് ഒന്നുകൂടെ ഞാൻ അങ്ങോട്ട് പറയാം, മക്കളെ ഓർത്ത് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യം ഉണ്ടോ, നിങ്ങൾക്ക് എല്ലാം വഴക്കും തമ്മിത്തലും ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് തയ്യാറാണ്, ഞാൻ ഒരുമിച്ച് ജീവിക്കാൻ. 2 പെൺപിള്ളേരും ഒരു ചെറുക്കം കൊച്ചു. അപ്പം അന്നും എൻ്റെ രണ്ടാമത്തെ മോൾക്ക് ഏറ്റവും പേടിയുള്ളതായി ബാബുവിനെ. മോള് പറയണ്ടേ, ബാബു പപ്പയുടെ കൂടെ പോകണ്ട അമ്മേ, പോകണ്ട, ഞാൻ വരൂല എന്ന് ഇന്നും ആ മോൾ അങ്ങനെ തന്നെയാണ് പറയണത്. അപ്പം അതുപോലെ കുഞ്ഞിലെ അതുപോലെ ഇങ്ങനെ പേടി കിട്ടിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ പറഞ്ഞ് ഈ ബാബുവിനെ വിളിച്ചു പറഞ്ഞപ്പോൾ ബാബു ഒരു വക ചിരി. അന്നേരം ബാബു ആ മറ്റേ സ്ത്രീയുടെ കൂടെയാണ്. അതുകൊണ്ടാണ് ബാബു അന്നൊരു പ്രതികാരം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആഹാ നല്ല കാര്യം, നന്നായി ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു, നന്നായി ജീവിച്ച് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്കുടെ മറുപടി അതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ ഇല്ല അല്ലേ എന്ന് ചോദിച്ചു. ഞാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ മറുപടി അങ്ങനെ കിട്ടിയതിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ ഒരുമിച്ച്. ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ കൊണ്ട് 2.5 വർഷമായി. ഇപ്പോ ചെലവിന് വേണം എന്നുള്ള ആവശ്യമേ ഉള്ളൂ. ചെലവിന് പുള്ളിയുടെ 3 പിള്ളേര് പുള്ളിയുടെ അല്ലേ. അപ്പൊ പിള്ളേർക്ക് എന്തെങ്കിലും പുള്ളിക്ക് കൊടുക്കാൻ പറ്റിയും കൊടുക്കുക. പിന്നെ ഞാനിപ്പോ പ്രധാനം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ ഈ ബാബുവായിട്ടുള്ള ബന്ധം ഇങ്ങനെ കിടക്കുമല്ലേ, അതൊന്ന് തീർത്ത് തന്നാലാണ് അവർക്ക് പള്ളിയിൽ കയറ്റി വെച്ച് എന്നെ കല്യാണം കഴിക്കണം. ഇപ്പം അമ്മയെ സ്വീകരിച്ച് തന്നെ. ഇപ്പം ഞാൻ ആ വീട്ടിലാണ് നിൽക്കുകയും പോവുകയും വരുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അമ്മ ചെന്ന് ബിഷപ്പിനോട് വരെ സംസാരിച്ചപ്പോൾ ഇതിലിങ്ങനെ ബന്ധം വേർപ്പെടുത്താത്ത രീതിക്ക് അവിടെ പള്ളി കയറ്റി വെച്ച് കെട്ടാൻ പറ്റൂല. അപ്പോൾ അവർക്ക് പള്ളി കയറ്റി വെച്ച് കല്യാണം കഴിക്കണം. അപ്പം അതിന് ബാബു വന്നിട്ടുണ്ടല്ലോ ഇവിടെ. ബാബു വന്നിട്ടുണ്ട്. നമുക്ക് ബാബുവിൻ്റെ അടുത്തൊന്ന് സംസാരിച്ച് നോക്കാം. പരാതിയൊക്കെ കേട്ടല്ലോ ബാബു അല്ലേ? കേട്ടു. പറഞ്ഞായിരുന്നു, ഇവിടെ എല്ലാം പറഞ്ഞായിരുന്നു. ബാബു ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം കേട്ടു. എതിർ അഭിപ്രായം ഒന്നുമില്ല? ഇല്ല, ഒന്നുമില്ല. അപ്പൊ ബിന്ദു പറഞ്ഞതൊക്കെ ശരിയാണോ? എല്ലാം അംഗീകരിച്ചു. അതിനകത്ത് എതിരായിട്ട് പറയാനൊന്നുമില്ല? ഒന്നുമില്ല. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനം, അവരെ തല്ലിയതിനെ പറ്റിയോ അവരെ ഉപദ്രവിച്ചതിനെ പറ്റിയോ ഒന്നും അവർ വലിയ പരാതിയൊന്നും പറയുന്നില്ല. പക്ഷെ കുഞ്ഞുങ്ങളെ ഒരുപാട് നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ട്, അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വിഷമം. ഞാനൊന്നും എതിർക്കുന്നില്ല, അവർ പറഞ്ഞെല്ലാം അംഗീകരിക്കുന്നു. ഒന്നും എതിർക്കുന്നില്ല. ഇതുവരെ പറഞ്ഞിട്ടുള്ള കൊച്ചിനെ എടുത്ത് പിന്നെ പാറയുന്ന താഴോട്ട് പുൽത്തകിടിയിലോട്ട് എറിഞ്ഞതും ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിനെ എടുത്ത് എല്ലാ കാര്യങ്ങളും സമ്മതിക്കുന്നു. ഇപ്പോൾ ബാബു നല്ലോണം മദ്യപിക്കുന്നു പറഞ്ഞു. ഇപ്പോഴും മദ്യപിക്കുന്നുണ്ടോ? ഉണ്ട്. വേറൊരു സ്ത്രീയുമായിട്ടാണോ താമസിക്കുന്നത് ഇപ്പം? അല്ല. അതിലൊരു കുഞ്ഞൊക്കെ ഉണ്ടെന്നാണ് നിങ്ങളുടെ പരിസരത്തുള്ളവർ പറയുന്നത്. അങ്ങനെയാണെന്നാണല്ലോ പറയുന്നത്. ജീവിതത്തില് ആകെ ഒരു പെണ്ണിനെ കിട്ടിയിട്ടുള്ളൂ, അത് ആയിരിക്കുന്നത്. കെട്ടി നിയമപരമായിട്ട് കല്യാണം കഴിച്ചു, അല്ലാതെ ആണേലും ഇന്ന് വരെ വേറെ ഒരു കല്യാണം കഴിച്ചിട്ടുമില്ല. ഇനി അതിനെ കുറിച്ച് ആഗ്രഹിക്കുന്നുമില്ല. അപ്പൊ ഒരു വെറുതെ ആൾക്കാര് വെറുതെ പറഞ്ഞുണ്ടാക്കിയ ഒരു കഥയാണത്. അത് എനിക്കറിയില്ല. ഈ കല്യാണം ബാബുവിന്റെ ഇഷ്ടപ്രകാരം അല്ലേ നടന്നത്? എല്ലാവരും ഇഷ്ടം ആലോചിച്ച് തന്നെയാണ് നടന്നത്. കല്യാണം കഴിക്കാൻ താല്പര്യവും കുടുംബജീവിതത്തിനോട് താല്പര്യമായിട്ട് തന്നെയാണോ നടന്നത്? അതെ. പിന്നെന്താണ് ബാബുവിന് അതിനോടൊരു നിഷേധാത്മകമായിട്ടുള്ള തീരുമാനവും പ്രവർത്തനങ്ങളും ഉണ്ടായത് എന്തുകൊണ്ടാണ്? അതിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല. അങ്ങനെയല്ല ബാബു, ഇപ്പൊ നമ്മൾ ഉത്തരവാദിത്തമായിട്ടൊരു മറുപടി പറയണ്ടേ. ബാബു പിന്നെ ഭർത്താവാണ്, ബാബുവിന്റെ ഭാര്യയാണ് ഈ സ്ത്രീ. ബാബുവിന്റെ കൂടെ 11 വർഷം താമസിച്ച സ്ത്രീയാണ്. നിങ്ങളുടെ മക്കളാണല്ലോ അവരുടെ കൂടെ ഉള്ളത് അല്ലേ? പിന്നെ പെൺകുഞ്ഞുങ്ങളുടെ പേരെന്താ പറഞ്ഞ? മക്കളുടെ പേരെന്താണ്? 3 മക്കളുടെയും? അനന്തു മോന്റെ പേര്. അമലേന്ദു, അരുണിമ. കുഞ്ഞുങ്ങള് എല്ലാം പെൺകുട്ടികളൊക്കെ മുതിർന്നോ? പ്രായമായോ? എല്ലാം പ്രായമായി. മോന് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പോ? പഠിക്കുന്നില്ല, നിർത്തി. അതോടെ നിർത്തിയോ ഇപ്പൊ പഠിത്തം? അവൻ പ്ലസ് വണ്ണില് കുറച്ചേ പോയുള്ളൂ. അപ്പൊ ഇനി അടുത്ത കൊല്ലം പോണുള്ളൂ എന്ന് പറഞ്ഞേക്കുവാ. അതുകൊണ്ട് ഒരു 2-3 മാസം പോയിട്ട് പിന്നെ പോയില്ല. അപ്പൊ ഇപ്പൊ ഒരു കൊടുങ്ങല്ലൂർ ഒരു കാറിന്റെ വർക്ക്ഷോപ്പ് ഉണ്ട്, പുള്ളി അവിടെ നിൽക്കുവാ. ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ട്. പെൺമക്കള് രണ്ടുപേരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. സ്കൂളിൽ 9ാം ക്ലാസ്സിലാണ് മൂത്തോട്ട്. 9ലും 7ലും. ബാബു നിയമപ്രകാരമാണോ ബിന്ദുവിനെ കല്യാണം കഴിച്ചത്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് എന്ന് വെച്ചാൽ ബാബു ക്രിസ്ത്യാനിയല്ലേ? അതെ. ബാബു ആന്റണി അല്ലേ? അതെ. നിങ്ങളുടെ പേര് ഇതിനകത്ത് കത്തില് ഹിന്ദു ആചാരപ്രകാരമാണ് വിവാഹം കഴിച്ചെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അതെ, ഞാൻ അവരുടെ ഇതിലേക്ക് കൂടി വിവാഹം കഴിച്ചതാണ്. അവര് ബിന്ദു ഏത് വിഭാഗമാ? KPMS. അപ്പം എവിടെ വെച്ചായിരുന്നു വിവാഹം? വീട്ടില് വധുഗ്രഹത്തിൽ വെച്ച്. അപ്പൊ KPMSന്റെ ഭാരവാഹികളും എല്ലാം കൂടെ വന്നായിരുന്നു വിവാഹം? അപ്പം പിന്നെ അത് നിയമപരമായിട്ട് അവര് ആ സംഘടന അംഗീകരിച്ചുള്ള വിവാഹമായിരുന്നു. അപ്പം പിന്നെ ഇവരുടെ വിഭാഗത്തിലേക്ക് ബാബു
ആന്റണി ചേർന്നു. ആ. ചേർന്നിട്ടാണ് വിവാഹം കഴിച്ചത്. ഇഷ്ടത്തോടു കൂടിയാണ് വിവാഹം കഴിച്ചത്. അതെ. അപ്പോൾ അതിനകത്ത് KPMSകാരുടെ ആ സംഘടനയിലെ വിവാഹ സർട്ടിഫിക്കറ്റ് ബാബു ആന്റണി മേടിച്ചിട്ടുണ്ടോ? അന്ന് അങ്ങനെ തന്നിട്ടില്ല. അല്ല, അപ്പം ബാബു ഇപ്പം അവര് ഒരു പരാതി എന്നല്ല പറഞ്ഞത്, ഒരു ആവശ്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവര് കഷ്ടപ്പെട്ട് ജോലി ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്. പെൺമക്കൾ എവിടാ പഠിപ്പിക്കുന്നത്? കോട്ടപ്പടി ബദലിൽ നിന്നാണ് പഠിക്കുന്നത്. അവിടെ ആ സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നല്ലേ? അപ്പൊ അത് ഒരുവിധം നല്ല ഫീസൊക്കെ കൊടുത്ത് പഠിക്കേണ്ട സ്കൂൾ തന്നെയല്ലേ അത്? മൂത്ത മോളെ അവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ വിട്ടേക്കണത്. അപ്പൊ അതിനൊക്കെ ചെലവൊക്കെ ഇല്ലേ പിള്ളേരൊക്കെ ഇതിനൊക്കെ ആയിട്ട്? ബാബു അപ്പം അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറയുന്നതും കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറയുന്നതും ബാബുവിന്റെ എല്ലാ കാര്യങ്ങളും സത്യമാണ് എന്നുള്ളത് ബാബു സമ്മതിച്ചു. ശരിയാണ്, ഞാനതൊന്നും നിഷേധിക്കുന്നില്ല, കൊള്ളാം. പിന്നെ നമുക്ക് അതിനകത്ത് തർക്കങ്ങളില്ല. പക്ഷെ ഇപ്പം അവർക്ക് ആവശ്യം എന്ന് പറയുന്നത് ആ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ചെലവ് ബാബു കൊടുക്കാം എന്ന് കോടതി വഴി വിധിയായി 1800 രൂപ ഒരിക്കൽ കൊടുത്തു. 2800 രൂപ വേറൊരു കുരുമുളകോ എന്തോ വിറ്റിട്ട് കൊണ്ടുപോയി കൊടുത്തു. അതിൽ ഒരു പ്രയോജനമായിട്ടുള്ള ഒരു കാര്യം തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാ പറയുന്നത്. അപ്പൊ പിന്നെ അതിനുശേഷം അങ്ങനെ കൊടുത്തിട്ടുള്ള അല്ലാതെ ഒരു ചെലവെന്നും പറഞ്ഞ് എന്തെങ്കിലും ഒരു കൃത്യമായ തുക മാസം നിങ്ങൾ കൊടുത്തിട്ടില്ല ഇതുവരെ. കൊടുക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കുക എന്നുള്ള അവർ പറയുന്നത്. ബാബു ഇപ്പൊ പണിക്ക് പോകാറുണ്ടോ? ഉണ്ട്. എത്ര രൂപ കിട്ടും ഒരു ദിവസം? നല്ല പണിക്കാരനല്ലേ നിങ്ങള്? അതുപോലെ നല്ല ശമ്പളം ഉണ്ടല്ലോ ഇപ്പോഴും. ഉണ്ട്. എത്ര കിട്ടും എന്നാലും? 800 രൂപ. അതിൽ ബാബുവിന്റെ ചെലവ് പോലെ എന്തായാലും 400 രൂപ മിച്ചം വരത്തില്ലേ? വരും. അപ്പൊ അത് കുട്ടികൾക്ക് ഇത്രയും നാളൊന്നും കൊടുക്കാതിരിക്കുന്നതിൽ വിഷമം തോന്നാറില്ലേ ബാബുവിന്? സ്വന്തം മക്കളല്ലേ അവര് 3 പേരും. എന്തുകൊണ്ടാണ് ബാബു ഇങ്ങനെ അകന്ന് നിൽക്കാൻ? എന്തെങ്കിലും ബാബുവിന് വേണമല്ലോ ഒരു കാരണം. എന്തായിരുന്നു ബാബു അതിനുള്ള കാരണം? ബാബുവിൻ്റെതായ ഒരു കാരണം കാണുമല്ലോ. ഒരു കാരണവുമില്ല. ബാബു ഒന്നും നിഷേധിക്കുന്നില്ല. ഒന്നും നിഷേധിക്കുന്നില്ല. പക്ഷെ ഇപ്പം ബാബുവിന് ഭാര്യയോടും മക്കളോടും ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹം വല്ലതും ഉണ്ടോ? ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല, സ്വന്തം മക്കളെ മറക്കാൻ പറ്റത്തില്ല. ഇത് ശരിയാ. അങ്ങനെയെങ്കിൽ ആ കുട്ടികൾക്ക് എന്തെങ്കിലും അവരുടെ ജീവിത സന്ധാരണത്തിന് വേണ്ടി കൊടുക്കണമെന്ന് ബാബുവിന്റെ മനസ്സിൽ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. കൊടുക്കുന്നുണ്ടോ? പിന്നെ ഇവര് വേറെ രീതിയിൽ വന്നു കഴിഞ്ഞപ്പം ഭർത്താവിൽ നിന്ന് വേറിട്ടിട്ട് അവര് താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ബാബുവിന്റെ ഭാഗത്തെ അപാകതകൾ കൊണ്ടല്ലേ? ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഒന്നും നിഷേധിക്കുന്നില്ല എന്ന്. വന്ന തെറ്റുകളെല്ലാം ഞാൻ തന്നെ. അപ്പൊ എന്താണേലും 2 കൈ കൂട്ടി അടിക്കാതെ സൗണ്ട് ഉണ്ടാവില്ല. അടിമാലി കോടതിയിലെ ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ച് ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാബുവിനെതിരെ, ഇല്ലേ? കുട്ടികൾക്ക് ചെലവിന് കിട്ടാൻ. അതിൽ കോടതി 2000 രൂപ വിധിച്ചു. അത് ആ മാസം എന്നോട്ടാണ് വിധി ഉണ്ടായത്? ഏത് വർഷമായിരുന്നു വിധി വന്നത്? 2012. 2012 തൊട്ട് പ്രതിമാസം 2000 രൂപ വെച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ വിധിയുണ്ടായി. അത് ബാബു മാസം തോറും കൊടുക്കുന്നുണ്ടോ? ഇല്ല. അതെന്താ കൊടുക്കാത്തത്? കുട്ടികളുടെ സ്നേഹവുമുണ്ട്. മരിക്കുന്നതിന് വരെ മറക്കാനും ഒക്കത്തില്ല. നിത്യേന 800 രൂപ 1000 രൂപ കൂലി വെച്ച് കിട്ടുന്ന ഒരു കൽപ്പണിക്കാരൻ, 800 അല്ല 1000 വെച്ചൊക്കെ കിട്ടുന്ന നല്ല കൽപ്പണിക്കാരനാണ് മേസ്ത്രിക്ക്. എന്നിട്ട് നിങ്ങൾ എന്താണത് കൊടുക്കാത്തത്? അത് വെറും 5 ദിവസത്തിൽ മിച്ചം കൊടുത്താൽ മതി. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ, അയാൾ പറയുന്നത് അവര് വേറൊരു ജീവിതത്തിലേക്ക് പോയി. ഇപ്പൊ അവര് 2 പേരും ജോലി ചെയ്യുന്നുണ്ട്, അവര് ജീവിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാ കൊടുക്കേണ്ടത്? എന്റെ ഭാര്യയായിട്ടല്ലല്ലോ കഴിയുന്നതെന്നുള്ളതാണ് അയാള്. ഞാൻ വേറൊരു ജീവിതത്തിലേക്ക് പോയിട്ട് 2.5 വർഷം ആയതുള്ളൂ. അതിനു മുമ്പ് ഞാൻ 4 വർഷം. അതിന് മുമ്പും കൊടുത്തില്ല. മാത്രമല്ല കുഞ്ഞുങ്ങൾ നിങ്ങളുടെതല്ലേ, നിങ്ങളുടെ മക്കളല്ലേ? പുള്ളിക്കാരി വേറെ കല്യാണം കഴിച്ചു, ശരി. പക്ഷെ മക്കൾ നിങ്ങളുടെ അല്ലേ 3 പേരും? അതെ. അപ്പൊ ആരാ ഉത്തരവാദിത്വം അവരുടെ വൈകുന്നത്? ഇപ്പോഴും മൂത്ത കുട്ടിക്ക് എത്ര വയസ്സായി? 16 വയസ്സായി. അവര് 2.5 വർഷമായുള്ളൂ പുതിയൊരു ജീവിതത്തിലേക്ക് അവര് പോയിട്ട്. അപ്പൊ ഈ 16 നിന്ന് പോയി കഴിഞ്ഞാൽ 14 വർഷം ആ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ ഒരു സ്ത്രീ പാടുപെട്ട് ജീവിച്ചപ്പോ ബാബു അവിടെ കൊണ്ടായിരുന്നില്ലേ? എപ്പോഴേലും വന്ന് മക്കളെ കണ്ടിരുന്നോ? സ്നേഹം ഉണ്ടല്ലോ ഉള്ളില്. ഈ 6 വർഷത്തിന്റെ ഇടയ്ക്കാണോ അതിന് മുമ്പിലത്തെ കാര്യമാണോ ചോദിക്കുന്നത്? അല്ല, പിരിഞ്ഞ് താമസിക്കുമ്പം പോകാറില്ലായിരുന്നു, കാണാറില്ലായിരുന്നു. എന്തുകൊണ്ട്? പിള്ളേരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്ന് തോന്നി. ബിന്ദു അച്ഛനെ കാണണമെന്നും കുഞ്ഞുങ്ങളെ കാണണമെന്നും ഞാന് മക്കള് പഠിക്കുന്ന സ്ഥാപനത്തിൽ പറഞ്ഞിട്ടുണ്ട്, പിള്ളേരുടെ പപ്പ എപ്പോ വന്നാലും പിള്ളേരെ കാണിച്ചു കൊടുത്തോളൂ, പക്ഷെ പിള്ളേരെ കൂടത്തിൽ പുറത്തു വിടരുതെന്ന് മാത്രമേ ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അവിടുന്ന് പുറത്ത് വിടാറുമില്ല. അപ്പൊ എന്റെ കുഞ്ഞുവാവ എപ്പോഴും ചോദിക്കുമായിരുന്നു, അമ്മ എല്ലാ പിള്ളേരുടെയും പപ്പമാര് വരും അവിടെ ഹോസ്റ്റലിൽ കാണാൻ ചെല്ലും
എല്ലാ സെക്കൻഡ് സാറ്റർഡേ അവിടെ കാണാൻ ചെല്ലണം. അപ്പോൾ എൻ്റെ പപ്പ അന്ന് കൊച്ചിന് 1.5 വയസ്സല്ലേ ഉള്ളൂ, ഇത് പോകുമ്പോൾ 1.5 വയസ്സേ ഉള്ളൂ മോക്ക്. അപ്പോൾ കൊച്ചു പറയും എല്ലാ പപ്പമാരും വരും, നമ്മുടെ പപ്പ എന്നാ വരാത്തേന്ന് ചോദിക്കും. അപ്പം ഞാൻ എന്നിട്ട് ആ ഇടയ്ക്ക് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും നിങ്ങൾ ആ പിള്ളേരെ ഒന്ന് വല്ലപ്പോഴും ഒന്ന് ചെന്ന് കാണാം. അപ്പൊ ബാബു ഇപ്പൊ എന്ത് ചെയ്യും? ബാബു ഇനിയിപ്പം എന്താ ചെയ്യേണ്ട? ഇതുവരെ നിങ്ങൾ കൊടുത്തില്ല ചെലവിന്, ഇനിയിപ്പോ അങ്ങോട്ട് ആ ചെലവിന് കിട്ടണം എന്നുള്ള അവരുടെ ആവശ്യം അതനുസരിച്ചിട്ടാണ്. മോനെ വിളിക്കും മാഡം, മോൻ വിളിക്കും, മോനോടും പറഞ്ഞിട്ടുണ്ട് പപ്പേനെ വിളിക്കും, വർത്താനം പറയാ. ഇപ്പൊ എന്നെ കല്യാണം കഴിച്ചാണെങ്കിലും അതിനൊന്നും ഒരു വിരോധവും ഇല്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പപ്പേനെ വിളിക്കുകയോ സംസാരിക്കുകയോ എന്ത്, പക്ഷെ ഇങ്ങോട്ട് വരരുത്, നമ്മൾ താമസിക്കുന്നിടത്തേക്ക് മാത്രം വരരുതെന്ന് ആ പുള്ളി പറഞ്ഞിട്ടുള്ളൂ. വിളിക്കുകയോ വർത്താനം പറയുകയോ എന്ത് ചെയ്യണേനും കുഴപ്പമില്ല. എന്നിട്ട് കൊച്ചി വിളിച്ച് 2-3 പ്രാവശ്യം കൊച്ചിനോട് പൈസ തരാം അടിമാലിക്ക് ചെല്ലാൻ പറഞ്ഞ് ചെന്നു. തലേദിവസം വിളിച്ചിട്ട് പറയും നാളെ രാവിലെ മോനങ്ങ് പോരെന്നും പറഞ്ഞു. ഒരു ദിവസം ഞായറാഴ്ച ബൈക്കും എടുത്തുകൊണ്ട് കൊച്ചി ചെല്ലുക. രാവിലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാറിൻ്റെ മുമ്പിൽ നല്ല പോസായിട്ട് ഇരിക്കുക. എന്നിട്ട് 10 രൂപ എടുത്തു. കൊച്ച കരഞ്ഞുകൊണ്ട് എന്നിട്ട് വീട്ടിൽ തിരിച്ചു വന്നു. 10 രൂപ എടുത്തു കൊച്ചിന് നേരെ നീട്ടിന്ന്. എന്നിട്ട് ഞാൻ പൈസയുടെ കാര്യം ആരാ പറഞ്ഞേ, എപ്പോഴാ പറഞ്ഞേ, എന്നാ നീ സ്വപ്നം കണ്ടിട്ട് വരുവാണോ എന്ന് ചോദിച്ചൊന്ന്. അന്ന് കൊച്ചു പറഞ്ഞു ഇനി മേലാല് ഞാൻ പപ്പ പറയാ പൈസ തരാം, അല്ല അവിടെ വാ ഇവിടെ വാ. 3 പ്രാവശ്യം കൊണ്ട് കൊച്ചങ്ങനെ ചെന്നു എന്നാ പറഞ്ഞേ. ബാബു പറയൂ, ബാബു എന്തെങ്കിലും ഒരു മറുപടി പറയൂ ബാബു. എന്തായാലും നമ്മൾ മറുപടിയും പറയാനില്ല. ചെലവിന് ഇനിയിപ്പോ കൊടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടോ ബാബുവിന്? പിള്ളേരെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പിള്ളേരെ ആവശ്യപ്പെട്ടതിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞേ. കോടതി വിധി അനുസരിച്ച് 2000 രൂപ കുട്ടികളുടെ ചെലവിന് കൊടുക്കാൻ കോടതി വിധിച്ചിട്ടുണ്ടല്ലോ. അത് 2012 കൊടുക്കണമല്ലോ. അത് കോടതി ആയുടെ നിയമം, കോടതിയുടെ വിധി അനുസരിച്ച് ബാബു കൊടുത്തിട്ടില്ല. 1 മാസം മറ്റേ കൊടുത്തിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ബാക്കി തുക കൊടുക്കാൻ തയ്യാറാണോ? പിള്ളേരെ കാര്യങ്ങൾ ചെയ്യാം. പിള്ളേരുടെ കാര്യങ്ങളിൽ 2000 രൂപ അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുക, ബാങ്കിൽ ബാബു കൊടുത്തതിനോട് തെളിവുമായിട്ടും. അത് കൂടുതൽ കൊടുക്കുന്നതും ബാബുവിന്റെ ഇഷ്ടം. അതെ, കോടതിയുടെ വിധി അനുസരിച്ചുള്ള 2000 രൂപ പ്രതിമാസം ബാബു അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ കുറേശ്ശെയല്ല, ഓരോ മാസം കൊടുക്കുക. അത് ഇത്രാം തീയതി വെച്ച് ഇത്രാം തീയതിക്ക് മുമ്പായിട്ട് കൊടുക്കാൻ തയ്യാറാണോ? ചെലവിന് കൊടുക്കാൻ അയാൾ തയ്യാറാണെന്നാണ് പറഞ്ഞത്. കോടതി വിധി അങ്ങനെ കിട്ടിയെങ്കിലും കോടതി വിധി നടപ്പാക്കാൻ മറ്റൊരു പെറ്റീഷൻ നിങ്ങൾ കോടതി കൊടുക്കണം. അത് നിങ്ങൾ കൊടുത്തിട്ടില്ല. ഇല്ല, അല്ല അന്നേരം സാറേ ഈ 3 മാസമായിട്ട് ഈ ബാബു ഒരു പൈസയും തന്നില്ലെങ്കിൽ അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞതാ ബിന്ദു ഒരു പരാതി ഇങ്ങോട്ട് അവൻ പുള്ളിനെ പിടിച്ചു അവിടെ അങ്ങോട്ട് ജയിലിൽ കൊണ്ടുപോകും അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇത്ര പറഞ്ഞുള്ളൂ, അവനോന്റെ മക്കൾക്ക് തരാനുള്ളതാണെങ്കിൽ അവനും തരൂല്ലേ. അപ്പൊ എൻ്റെ അച്ഛനും പറഞ്ഞു മോൻ ഇനി അതിനൊന്നും പോകണ്ട, മോൻ എന്താണെങ്കിലും പണിയെടുക്കണ്ട, അപ്പച്ചന് പറ്റണത് അപ്പച്ചനും തരുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് മതി, അവന് ഇഷ്ടമുണ്ടെങ്കിൽ അവന്റെ മക്കൾക്ക് കൊടുക്കാമെങ്കിൽ അവൻ കൊടുക്കട്ടെ, ഇനി അതിലേക്ക് പോകണ്ട. അവന്ന് വെച്ചാൽ ഈ കേസിന് നടക്കണമെങ്കിൽ ഞാൻ ഈ പണിയെടുത്ത് കിട്ടണ കാശിൽ നിന്ന് വേണം നടക്കാം, ഈ 3 പിള്ളേരുടെ കാര്യങ്ങളും നോക്കണം. അപ്പൊ അതുകൊണ്ട് അത് വേണ്ടാന്നും പറഞ്ഞാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അത് ഉപേക്ഷിച്ച് പിന്നെ അതേക്കുറിച്ച് ഒന്നും ചോദിക്കാത്തത്. ഇപ്പൊ സോമനസാല് കോടതി വിധി ഉണ്ടെങ്കിലും സോമനസാലെ ബാബുവിന് മക്കളോട് ഇഷ്ടമുണ്ട് തരട്ടെ എന്നുള്ള തീരുമാനമാണ് നിങ്ങളുടേത്. അതുകൊണ്ടാണ് വിധി നടത്തി ഹർജി കൊടുക്കാത്തത് അല്ലേ? ബാബുവിന് സ്വത്തുവകള വീട് സ്വന്തമായിട്ടൊക്കെ ഉണ്ട്, പറമ്പും വീടും പറമ്പും ഒക്കെ ഒന്നുമില്ല. ഒന്നുമില്ലേ? അച്ഛൻ എഴുതി തന്നിട്ടില്ലേ? ഒന്നും എഴുതി തന്നിട്ടില്ല. എല്ലാ അച്ഛന്റെ 8 സെന്റിന്റെ കാര്യം പറഞ്ഞല്ലോ ബാബു, അതെന്ത് വെച്ചു? അത് എഴുതി തന്നിട്ടില്ല മാഡം, അന്ന് പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞു വാക്കാല് പറഞ്ഞ് ഞങ്ങളെ അവിടെ ഒരു കുഞ്ഞു പെര വെച്ച് ഞങ്ങൾ അവിടെ താമസിക്കുകയും ചെയ്തതാ ഈ വീട്ടിൽ കിടന്ന് ഈ അംഗം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എഴുതി കൊടുക്കേണ്ടത് പിന്നെ അപ്പച്ചൻ, ബാബുവിന്റെ അപ്പച്ചനല്ലേ എഴുതി മക്കൾക്ക് തരേണ്ടത്, അദ്ദേഹമല്ലേ തരേണ്ടത്. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾ അവിടെ ആ രീതിയിൽ സംസാരിക്കുന്നതാണ് നല്ലത്. കിട്ടുന്ന പൈസ അന്നന്ന് മുഴുവൻ അങ്ങ് തീർക്കും. അതെന്തിനാ മക്കളെ അപ്പോഴും ആലോചിക്കാറുണ്ട്? അത് പല രീതിയിൽ തീരും. അതായത് പല രീതി, ഏത് രീതിയാന്ന്? ഭക്ഷണമായി 800 രൂപയ്ക്ക് ഭക്ഷണം കഴിക്കും, 10-12 രൂപ ഭക്ഷണം കഴിക്കും. പിന്നെ ആഴ്ചയിൽ 6 ദിവസം പണി ഉണ്ടാവണമെന്നില്ലല്ലോ. ബാക്കി അങ്ങനെ ഒക്കെ പല കാര്യങ്ങളായിട്ടും അങ്ങനെ തീർക്കും. പൈസ തീർക്കാൻ വിഷമം ഉണ്ടോ നമ്മുടെ നാട്ടിലുള്ളവർക്ക്? എന്തായാലും ജെയിംസ് വന്നിട്ടുണ്ട് സാർ, ജെയിംസിനെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ബാബു നേരെ ഇരുന്നോ? ബാബു എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നേ? ബാബു നേരെ ഇരിക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ ബാബു എന്നും നിരന്തരം വിളിച്ച് ഇതിന്റെ ഫോണിലേക്ക് എന്നെയും വിളിച്ചിട്ട് തെറിയാണ് പറയണത്. 2.5 വർഷമായല്ലേ ജെയിംസ് നിങ്ങളമ്മ ജീവിച്ചു തുടങ്ങി? ജെയിംസിന്റെ വീട്ടിൽ ജെയിംസ് അമ്മയും അച്ഛനും ഇപ്പൊ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ചാച്ചൻ മരിച്ചിട്ട് 6 മാസമായുള്ളൂ. പിന്നെ ചേട്ടന്മാരുണ്ട്. അവര് വേറെ മാറി താമസിക്കുന്നു. പെങ്ങന്മാരെ എല്ലാവരും കല്യാണം കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. അമ്മ താമസിക്കുന്നപ്പോ നിങ്ങളുടെ കൂടെ താമസിക്കുകയാണ്? ഇങ്ങ് പോന്നു അവിടുന്ന്? ഒന്നുമല്ല ഇന്ന് ഇല്ല, ഞാൻ ഒന്നുമില്ല തന്നെയാണ്. ഇവിടെയും അവിടെ ആയിട്ടാണ് ഞാൻ നിൽക്കണേ. ഞങ്ങൾ ശനിയാഴ്ച ദിവസം മാത്രം അങ്ങോട്ട് പോകാറില്ല. പിള്ളേര് ഹോസ്റ്റലിൽ ഒന്നുമല്ല പഠിക്കുന്നത്. ഇവിടും ചെറിയ പണിക്ക് പോകുന്നുണ്ട്.
അപ്പൊ രണ്ടുപേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നിന്ന് ശനിയാഴ്ച ഞാൻ പണി തീർച്ച് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോകും, തിങ്കളാഴ്ച രാവിലെ പോരും. ഇങ്ങോട്ട് പോകും. അല്ലാത്ത ദിവസം ഇപ്പൊ ഇവിടെ വീട്ടിൽ വരും. അങ്ങനെ നിൽക്കുന്നു. പറഞ്ഞു അപ്പൊ ബിന്ദു സംസാരിച്ചെന്ന് പറഞ്ഞു. എന്തായാലും പിന്നെ ബാബുവിന്റെ മക്കളാണ്. ബാബുവിന്റെ മക്കളെ നിങ്ങൾ സ്വന്തം മക്കളെ പോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട്. നമ്മള് മാറ്റം വരുത്തിയിട്ടില്ല. അവര് ബാബുവിന് അവരെ കാണാനോ അല്ലെങ്കിൽ അവരുടെ ചെലവുകൾ ബാബു നോക്കുന്നതിലോ ഒന്നും നിങ്ങൾക്ക് യാതൊരു ഒബ്ജക്ഷനും ഇല്ല. പിന്നെ നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ സ്ഥിരമായിട്ട് വരികയും പോവുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. അല്ലാതെ തന്നെയല്ല, പുള്ളി നോക്കുന്നില്ലെങ്കിൽ പുള്ളിയുടെ ചെലവിന്റെ നമുക്ക് ആവശ്യമില്ല. നമ്മൾ നോക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മളെ പിള്ളേരെ നോക്കുക. പകുതി പുള്ളിയുടെ ചെലവിലും അത് ജെയിംസിന്റെ വലിയ മനസ്സാണ്. അത് നിങ്ങളുടെ വലിയ മനസ്സാണ്. നിങ്ങളുടെ ഒരു കാരണം എന്താ വെച്ചാൽ നാളേക്ക് നമ്മളിപ്പോ എന്തെങ്കിലും കാണിച്ച് പിള്ളേരെ എന്തെങ്കിലും എത്തിച്ചു കഴിഞ്ഞാൽ പറയാം അത് കഴിഞ്ഞ് ഞാനാന്ന്. അപ്പൊ അതിന്റെ ആവശ്യം നമുക്കില്ല. അതന്നെയല്ല, അത് ശരിയല്ല. അത് കുറച്ച് ഞാനും കുറച്ച് പുള്ളി അത് ചെയ്തോളൂ. ജെയിംസ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ജെയിംസിന്റെ ഒരു മനസ്സിന്റെ നന്മയും കാര്യങ്ങളും നല്ല ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നിങ്ങൾ അവര് കല്യാണം കഴിച്ചിരിക്കുന്നത് അല്ലേ? അവരെ കൂടെ താമസിപ്പിച്ചേക്കുന്നത്. എന്തുകൊണ്ട് അവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം? ഇവരുടെ ഏറ്റവും ഇവര് പറഞ്ഞതിൽ ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോ ആദ്യം എനിക്ക് സഹതാപമാണ് വന്നത്, പിന്നെ സ്നേഹം. എന്തായാലും തീർച്ചയായിട്ടും അധ്വാനിച്ച് അവരുടെ കുഞ്ഞുങ്ങളെ പറ്റുന്ന ഒരു സ്ത്രീയാണ്. ഒരു ഇദ്ദേഹമായിട്ടുള്ള ജീവിതത്തിൽ അങ്ങേയറ്റം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതും ജെയിംസിന് എന്നോട് ഒരു 60% പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം. അപ്പൊ അതൊക്കെയാണ് ഇങ്ങനെ വരാൻ തന്നെ കാരണം. അല്ലെങ്കിൽ ഞാനും ഇപ്പൊ ഇങ്ങനെ വരണ്ടേ. അതെ 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 അതെ. പക്ഷേ പിന്നെ ജെയിംസ് പറയുന്നത് ആ കുഞ്ഞുങ്ങളുടെ ചെലവൊന്നും നോക്കേണ്ട കാര്യമില്ല, ശരിയാണ്. പക്ഷെ അദ്ദേഹത്തിന് അത് ചെയ്യേണ്ട കടമയുണ്ട്. അല്ല, അത് ശരിയാണെന്ന്. പക്ഷെ ആ ഒരു പേരും പറഞ്ഞാൽ മതില്ല. ഇപ്പൊ ഞാൻ പറയുന്നില്ലല്ലോ, പുള്ളി ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയുടെ കൂടി വിളിച്ച് തെറി പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. കാരണം നമ്മളും മനുഷ്യനാണ്. ചിലപ്പോ ഇവരെ പോലെ തന്നെ ഞാനും മദ്യം കഴിക്കുന്നതാണ്, ഞാൻ കൂലിപ്പണിക്ക് പോകുന്നതാണ്, ഇതൊക്കെ ഞാനും ചെയ്യുന്ന ആളല്ലേ. ചിലപ്പോ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോ ഞാനും പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് മറ്റു പറയാൻ പറ്റൂല. ബാബു എന്തിനാണ് ഈ ജെയിംസിനെ അസഭ്യം പറയുന്നത്? ശരിയാണോ? എന്നാ ഇങ്ങനെയൊക്കെ വിളിച്ച് ഫോണിൽ കൂടെ പറയണത്? നിനക്ക് മക്കളുണ്ടാവില്ല എന്നിട്ടല്ലേടാ നീ കരക്കാരുടെ മക്കളെ വളർത്തുന്നേന്നൊക്കെയാ ചോദിക്കണത്. ജെയിംസിനോടൊക്കെ ചോദിക്കുമ്പോൾ ജെയിംസിന് വളരെ നിസ്സാരമായ ഒരു മറുപടിയല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് മക്കളുണ്ടായല്ലോ, ദൈവം ഭാര്യക്കോരി തന്നല്ലോ 3 മക്കളെ. എന്നിട്ട് അവര് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അയാൾക്ക് അറിയില്ലല്ലോ. ഇതന്നേരം ഇത്രയും പറഞ്ഞു, നിന്നെ അപ്പാന്ന് വിളിക്കുന്ന സ്ഥാനത്താ ഈ പിള്ളേർ ഇപ്പൊ എന്നെ പപ്പയെന്ന് വിളിച്ചോണ്ട് നടക്കണം, വന്ന് കാണാൻ പറഞ്ഞു. പുള്ളി അറിയുന്നുണ്ട് പിള്ളേരെ അങ്ങനെ ജീവിക്കുന്നത്. കാരണം പുള്ളിയുടെ മക്കളോട് തന്നെ ചോദിക്കുമ്പോൾ പിള്ളേരോട് പറയണ്ട്, പിള്ളേരോട് മക്കളോട് ചോദിക്കുന്നത് നിന്റെ മറ്റവൻ എന്നാണ് ചോദിക്കണം, എന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മക്കളത് പറഞ്ഞു കൊടുക്കണ്ട്, തന്നെക്കാളും നന്നായിട്ടാണ് നോക്കുന്നതെന്ന്. കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാവും ചെയ്യും, തീർച്ചയായിട്ടും മനസ്സിലാവും. ഇതൊക്കെ ഒരു സമയദോഷം കൊണ്ട് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. കുറെ കൂടെ കഴിയുമ്പോൾ നമ്മൾ പെരുമാറിയിരുന്നത് പക്വതയില്ലാതെയാണ്, നമ്മൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല, സംസാരിച്ചത് ശരിയായില്ല എന്നുള്ളതൊക്കെ മനസ്സിലാവും തീർച്ചയായിട്ടും. ബിന്ദുവും ബാബുവായിട്ടുള്ള ബന്ധം എന്നേക്കുമായിട്ട് വിവാഹ ബന്ധം വേർപെടുത്തിയാലേ ജെയിംസുമായിട്ട് നിയമപരമായ വിവാഹത്തിന് സാധ്യതയുള്ളൂ. അത് സമ്മതിച്ചു കൊടുക്കാൻ ബാബുവിന് എന്തെങ്കിലും തർക്കമുണ്ടോ? ബാബുവിന് ബിന്ദുവായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തുന്നതിന് തയ്യാറാണോ? കുഴപ്പമില്ല, തയ്യാറാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും ചെലവിന് മാസം അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാൻ തയ്യാറാണോ? അതിനും കുഴപ്പമില്ല. എത്ര വെച്ച് കൊടുക്കാം? അത് എന്റെ കയ്യിൽ ഉണ്ടാകുന്നതനുസരിച്ച്. ബാബു പറഞ്ഞു അന്നന്ന് കിട്ടുന്ന പൈസ അന്നന്ന് പൊടിച്ചു തീർക്കുക. അല്ല, പിന്നെ പറയാലോ. എന്ത് കാര്യമായാലും നമ്മൾ അങ്ങനെ ഒരു ഏകദേശം ഒരു കണക്കെങ്കിലും പറയാതെ പറ്റത്തില്ലല്ലോ അല്ലേ? അപ്പൊ അങ്ങനെ അക്കൗണ്ടിൽ കൊടുത്ത തെളിവും ബാബുവിനും ഉണ്ട്. അക്കൗണ്ടിൽ കൊടുക്കും. ഞാൻ അക്കൗണ്ട് എടുത്ത് ഞാൻ ചെയ്തോളാം. മെമ്പർ വന്നിട്ടുണ്ടല്ലേ? വന്നട്ടെ, നമസ്കാരം. വിവാഹം നടത്തിയ ശാഖയിലെ അദ്ദേഹം സെക്രട്ടറി ആയിരുന്നു. ഞാൻ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 1ാം വാർഡ് മെമ്പറായിരുന്നു. അപ്പൊ ഇതിനകത്ത് കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ട് പലപ്പോഴും ഇല്ലേ? ബാബുവിനെ പറ്റി ബിന്ദു പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ബാബുവിന്റെ എന്താ പറയുന്ന ഒട്ടും പക്വതയില്ലാത്ത പെരുമാറ്റവും ഉപദ്രവവും കുഞ്ഞുങ്ങളോടുള്ള വളരെ ക്രൂരമായ പെരുമാറ്റവും ഒക്കെ പലപ്പോഴും നിങ്ങളൊക്കെ സാക്ഷികളാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പം ഇത് പിരിഞ്ഞതിന് ശേഷവും ഈ 6 വർഷം ആ കുട്ടി അതിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ജോലി ചെയ്ത് എങ്ങനെയൊക്കെ ആ കുഞ്ഞുങ്ങളെ പോറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 6 വർഷം കുറെ വെയിറ്റ് ചെയ്ത് നോക്കി അയാൾ തിരിച്ചു വരുമായിരിക്കും, നേരെയായി. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു വരവുണ്ടായില്ല. ഇപ്പോഴും ബാബുവിന്റെ ജീവിത രീതി മാറ്റമൊന്നുമില്ലല്ലോ അല്ലേ? ഇപ്പൊ ബാബു അവിടെ ഇല്ല. ഓ, വേറെ സ്ഥലത്ത് പണിയുന്നത്. ഓ ഓ, ബാബു ഇപ്പൊ എവിടെയാണ്? അവിടെ വീട്ടിൽ വരാറില്ല. ഇവിടെ ബന്ധമില്ലല്ലോ. ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ അവിടെ ഇയാളൊരു വിവാഹം കഴിച്ച് അതിലൊരു കുഞ്ഞൊക്കെ ഉണ്ടെന്നൊക്കെയാണ്. അവിടെയല്ല, പുള്ളി ഇപ്പൊ അടിമാലി. ഞങ്ങള് ഇപ്പൊ ഇവര് താമസിക്കുന്ന പ്രദേശം, ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്തല്ല ഇപ്പൊ പുള്ളി. അല്ല, അദ്ദേഹം വിവാഹം ചെയ്തു എന്നുള്ളത് ശരിയാണോ? അതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ പ്രദേശത്തല്ല താമസം, അല്ലല്ല, വേറെ എവിടെയോ ആയിരിക്കാം. വിവാഹമായിട്ട് കഴിച്ചു എന്നുള്ളതല്ല, പക്ഷെ മറ്റൊരു കുടുംബം ഉണ്ട്
ഇങ്ങനെ ബിന്ദു പറഞ്ഞുള്ളൊരു അറിവുള്ളൂ നമുക്ക്. ബാബു അങ്ങനെ ഒരു കുടുംബം ഉണ്ടോ? ഇല്ല. ഉറപ്പാണോ? സാർ നിങ്ങളല്ലേ വിവാഹം കൊടുത്തു എന്ന് പറയുന്നത്? അപ്പൊ മറ്റൊരു മതത്തിലുള്ള ആൾ ഇത്രയും താല്പര്യപ്പെട്ട് വിവാഹം കഴിക്കുന്നതില് നമ്മുടെ സംഘടനയിലേക്ക് അദ്ദേഹം താല്പര്യപ്പെടുകയും ഈ കുട്ടിയോടുള്ള താല്പര്യം കൊണ്ടും അവിടെ പുള്ളിക്കാരന്റെ വീട്ടുകാരുടെ എല്ലാം സമ്മർദ്ദം കൊണ്ടാണ് അങ്ങനെ എല്ലാം സംഭവിച്ചു. സംഘടനയിലേക്ക് വന്നത്. കുട്ടിയോടും അതിന്റെ കുടുംബത്തോടുമുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെയൊക്കെ വരാൻ തയ്യാറാവും. ഉദ്ദേശമാണോ? പക്ഷെ പിന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതിപ്പോ നമ്മള് പല പ്രാവശ്യങ്ങളും പല വിഷയങ്ങളും ഉണ്ടായപ്പോൾ ബിന്ദു, അതുപോലെ ബിന്ദുവിന്റെ അമ്മ, അതുപോലെ അച്ഛനൊക്കെ വിളിച്ച് പറയുകയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനും ബാബുവിനോട് ഒരു സുഹൃത്ത് നിലയ്ക്കും ഒരു അനുജന നിലയ്ക്കും ഒക്കെ പല പ്രാവശ്യവും ഉപദേശിക്കുകയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഒരു കുടുംബമായിട്ട് കുട്ടികൾ 3 പേരുണ്ട്, അതുകൊണ്ട് നീ ഇങ്ങനെ ഒച്ചപ്പാടും മകളുമായിട്ട് നിരന്തര ശല്യം ഉണ്ടാക്കാതെ മാന്യമായിട്ട് ജീവിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പല പ്രാവശ്യവും ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ പുള്ളി അന്നേരം പറയും ബാബുചേട്ടാ ഇനി അങ്ങനെ ഉണ്ടാകില്ല, ഇനി സംഭവിക്കില്ല എന്ന് പല പ്രാവശ്യം അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു രീതിയായിരുന്നു പുള്ളിയുടെ ഭാഗത്തുണ്ടായിരുന്നത്. പിന്നെ മറന്നുപോകും. അത് വീണ്ടും മദ്യം പുള്ളി കഴിക്കുമായിരുന്നു. അതിങ്ങനെ വരുമ്പോൾ വീണ്ടും പ്രശ്നങ്ങളാവും. പ്രശ്നങ്ങളാകുമ്പോൾ എല്ലാവരും വരുമ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വീട്. എൻ്റെ വീടും അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടി വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു പ്രാവശ്യം ഏതോ വീട്ടിനകത്തുള്ള സാധനങ്ങൾ മുഴുവൻ എല്ലാം വിളിച്ച ശേഷം ഞാൻ അവിടെ ചെന്ന് കാണുകയൊക്കെ ചെയ്തതാ. അന്ന് പിറ്റേ ദിവസം പുള്ളി എൻ്റെ അടുത്ത് നേരിട്ട് രാവിലെ വന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെ ചില ഇതായത് ബാബുചേട്ടാ അങ്ങനെ സംഭവിച്ചു പോയി, ഇനി ഇങ്ങനെ ആവർത്തിക്കുകയില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇന്നലെ ഞാൻ അവിടെ വന്നപ്പോൾ നിന്നെ കണ്ടിരുന്നെങ്കിൽ ഞാനും കൈകാര്യം ചെയ്താൽ ആ രീതിക്ക് ആ വീടിൻ്റെ അകം കിടക്കുന്നുണ്ടായി, അതുകൊണ്ട് വളരെ മോശമായി പോയി, ഇനി മേലത് ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഞാനും പറഞ്ഞതാണ്. പിന്നെ നിങ്ങൾ തമ്മിൽ നിയമപരമായിട്ടൊരു വിവാഹമായിട്ടില്ല. ഇപ്പം നിങ്ങളുടെ വീട്ടുകാരുടെ ഒരു ധാരണയുടെ പുറത്ത് താമസിക്കുക. നിയമത്തിൻ്റെ മുമ്പിൽ നിയമരഹിതമായിട്ടുള്ള ഒരു ലിവിങ് ടുഗദറാണ്, ഒരുമിച്ചുള്ള താമസം. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ നിയമപരമായിട്ട് വിവാഹം കഴിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ആദ്യത്തെ വിവാഹം വേർപെടുത്തണം. അത് വേർപെടുത്തുന്നതിന് ബാബുവിന് വിരോധമില്ല അല്ലേ? ഇല്ല. അദ്ദേഹം കല്യാണം നടത്തിക്കൊടുത്ത സംഘടനയുടെ ആളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് വിവാഹ സർട്ടിഫിക്കറ്റ് കൊടുക്കാമല്ലോ. കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അത് കിട്ടും. അത് കിട്ടിയാൽ ആ മാരേജ് സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ വിവാഹം നടത്തേണ്ട നിങ്ങളെ കുടുംബ കോടതിയിൽ, എവിടെ നിങ്ങളുടെ അടിമാലിയല്ലേ, അപ്പം തൊടുപുഴ കുടുംബ കോടതിയിൽ ബാബുവും ബിന്ദുവും ചേർന്നിട്ട് ഒരു ജോയിന്റ് പെറ്റീഷൻ കൊടുക്കണം. അതിന് ആ ജോയിന്റ് പെറ്റീഷൻ കൊടുക്കുന്ന ഒരു വക്കീലിനെ വെച്ചാൽ അതിന് ബാബുവിന് പൈസ കുറച്ച് മുടക്കാമോ? മുടക്കാം. പകുതി പൈസ വക്കീൽ ഫീസിന്റെ ഇനത്തിൽ, പകുതി ബിന്ദുവും മുടക്കണം. അപ്പൊ ഒപ്പിട്ട് കൊടുക്കുമോ ചെന്ന് പറഞ്ഞാൽ? എപ്പോഴാന്ന് പറഞ്ഞാൽ മതി, ചെയ്തു കൊടുക്കാം. അപ്പൊ സാർ ഇത് വൈൻഡപ്പ് ചെയ്യാണ് സാർ. അപ്പൊ ഇതിന് തീർപ്പ് എഴുതാനുണ്ടോ? തീർപ്പ് നമുക്ക് എഴുതാവുന്നത് പിന്നെ വിവാഹമോചനത്തിന് രണ്ടുപേരും സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതും, അതായത് രണ്ടുപേരും യോജിച്ചുള്ള ജോയിന്റ് പെറ്റീഷൻ, മ്യൂച്വൽ വിവാഹമോചനത്തിന് ബാബുവും ബിന്ദുവും സമ്മതിച്ചിരിക്കുന്നു, എഴുതാമല്ലോ. പിന്നെ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന മക്കളുടെ പേരിൽ, ഏത് മക്കളുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്? ചെറുക്കനെ കൂട്ടുന്നില്ല. 2 പെൺപിള്ളേരുടെ പേരിൽ. പെൺകുട്ടികളുടെ പേരിൽ ജോയിന്റ് അക്കൗണ്ട് ബാബു തുടങ്ങാൻ തീരുമാനിച്ചിരുന്നു. അതിലേക്ക് ബാബുവിന്റെ സാമ്പത്തിക സ്ഥിതി മനസ്സുമനുസരിച്ച് തുകകളിടാനായിട്ട് ബാബു തയ്യാറാണ്. വിവാഹമോചനത്തിന് വിളിക്കുമ്പം നമ്മുടെ പഞ്ചായത്ത് മെമ്പറിന്റെ സാന്നിധ്യത്തിൽ ഒരു പകുതി ചെലവ്, വക്കീലിന്റെ ഫീസിന്റെ പകുതി ചെലവ് ഒറ്റ വക്കീൽ മതി കേട്ടോ, ഒരു വക്കീൽ മതി, രണ്ടുപേരും കൂടെ ഒരു വക്കീൽ മതി. ആ വക്കീലിന്റെ അടുത്ത് വക്കാലത്തിലും പെറ്റീഷനിലും ഒപ്പിടാൻ പോകുമ്പോൾ അതിന്റെ പകുതി ചെലവ് വഹിക്കാൻ എത്ര ആ വക്കീൽ എന്ന് പറഞ്ഞു. ഇപ്പൊ 5000 രൂപയാണെങ്കിൽ 2500, 2500. യാതൊരു കാരണവശാലും പിന്നെ നേരിട്ടോ ഫോണിലൂടെയോ ഇനിയും അതുപോലെ അസഭ്യം പറയുമോ മറ്റെന്തെങ്കിലും ഏർപ്പെടുകയോ ചെയ്യുമോ ഫോണിൽ? അതുകൂടെ അവരുടെ വിവാഹ ജീവിതത്തിൽ നിങ്ങൾ വേറൊരു മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കോ? നേരിട്ട് വരെ ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു ചെന്നിട്ടുണ്ടോ? അല്ല, ഇനി ഭാവിയിൽ അത് പരാതിയില്ല. ഭാവിയിലില്ലല്ലോ. അല്ല, ഇത്രയും നാളും ഇല്ലായിരുന്നല്ലോ. ഇല്ല. എന്നാലും ഫോണ് ശരി. അതുപോലെ മക്കളെ എപ്പോഴെങ്കിലും കാണുമെന്ന് തോന്നിയാൽ ഇതുപോലെ കോമൺ ആയിട്ട് മെമ്പറിന്റെയോ അദ്ദേഹത്തിന്റെയോ അതുപോലെയുള്ള ആരുടെയെങ്കിലും വീട്ടിൽ വെച്ചൊന്ന് കാണാനുള്ള സൗകര്യം, നാളെ അച്ഛനാണ് അങ്ങേർക്ക് കാണണം, കുഞ്ഞുങ്ങളെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ കാണാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. പിതാവെന്ന രീതിയിൽ കാണണമെന്നുണ്ടെങ്കിൽ കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. കൂടാതെ കണ്ട് അതിന് മെമ്പറുണ്ടല്ലോ, നിങ്ങൾ ഇവര് തമ്മിൽ ഫോണിൽ വിളിച്ച് സംഗതി വഷളാകാതെ മെമ്പറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പറിനോട് പറഞ്ഞാൽ ഇവരെ വിളിച്ച് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ കേട്ടോ, ഒരു സാഹചര്യം ഉണ്ടോ? നിങ്ങൾക്ക് തടസ്സമില്ലല്ലോ? തടസ്സമില്ല.
എന്തായാലും ബിന്ദുവിൻ്റെ പരാതി, ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങൾ തീർച്ചയായിട്ടും സാധിച്ചു കൊടുക്കാൻ തന്നെ സാധിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ബാബു ഒന്നിനെയും എതിർത്തില്ല, ഒന്നിനെയും നിഷേധിച്ചില്ല. പറഞ്ഞ ആവശ്യങ്ങളെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. ഒറ്റ ആവശ്യം അദ്ദേഹം പറഞ്ഞുള്ളൂ, എൻ്റെ അഡ്രസ്സിലും എൻ്റെ പേരിലും ഇനി ഒരിക്കലും ഈ സ്ത്രീ അറിയപ്പെടാൻ പാടില്ല എന്ന് മാത്രം. ഒരു മനുഷ്യൻ്റെ ന്യായമായിട്ടുള്ള ആവശ്യം. അതുപോലെ തന്നെ ബിന്ദു, കുഞ്ഞുങ്ങളുടെ ചെലവ് വേണമെന്ന് ബിന്ദുവിനോ ജെയിംസിനോ വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ന്യായമായിട്ട് കോടതി വഴി വന്ന ഒരു വിധിയിൽ കുഞ്ഞുങ്ങൾക്ക് ഇന്നത് കൊടുക്കണം എന്ന് കോടതി വിധിച്ചു. അത് കിട്ടിയാൽ അവർക്കതൊരു വലിയ സന്തോഷമാവും എന്നുള്ളതാണ്. അതും ബാബു സമ്മതിച്ചു. അങ്ങനെ മെമ്പറിൻ്റെയും സംഘടനയുടെ അദ്ദേഹത്തിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ നമ്മളിവിടെ അത് തീർപ്പാക്കുകയാണ്. സന്തോഷമുണ്ട്. ഇനി ഭാവിയിലെങ്കിലും ബാബു നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെക്കുറിച്ച് ഓർക്കുകയും ബിന്ദു തെരഞ്ഞെടുത്തതുപോലെ തീർച്ചയായും ഒരു നല്ല ജീവിതത്തിലേക്ക് പോവുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. വീണ്ടും കാണാം ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം.